ചെന്നൈയിലെ തിരുമയിലൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് അതിപുരാതനമായ കപാലീശ്വര ക്ഷേത്രം. തിരുമയിലൈ റെയിൽവേ സ്റ്റേഷനെ മൈലാപ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്നും വിളിക്കുന്നുണ്ട്. ബീച്ച് സ്റ്റേഷനിൽ നിന്നും 5 രൂപയാണ് മൈലാപ്പൂരിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന പാതയുടെ ഇരുവശങ്ങളിലും മനോഹരമായ ദേവീദേവ ശില്പങ്ങളും മറ്റനവധി അലങ്കാര വസ്തുക്കളും വിൽപ്പനയ്ക്ക് നിരത്തിയിരിക്കുന്നത് കാണാം. നമ്മുടെ ഉത്സവപ്പറമ്പുകളിൽ പോലും ഇത്ര ആകർഷകമായ വിൽപ്പന സാമഗ്രികളോ അവയെ പൊതിഞ്ഞു നിൽക്കുന്ന ജനത്തിരക്കോ കാണാറില്ല. ഒരു സാധാരണ ദിവസം ഇങ്ങനെയാണെങ്കിൽ വിശേഷ ദിവസങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്നോർത്ത് അത്ഭുതപ്പെട്ടു പോകാത്ത ഒരു കേരളീയനും ഉണ്ടാവില്ല. തിരക്കിനിടയിലൂടെ അല്പം കൂടി നടന്നു കഴിഞ്ഞാൽ ദൂരെയല്ലാതെ കപാലീശ്വര ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കണ്ടു തുടങ്ങും. മനോഹരമായ ശില്പവേലകൾ കൊണ്ട് മൂടിപിടിപ്പിച്ച പടുകൂറ്റൻ രാജഗോപുരം. ഈ ഗോപുരത്തിന് 120 അടി ഉയരമുണ്ട്. ഈ ഗോപുരദ്വാരം കടന്നാൽ അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യാ വൈദഗ്ധ്യം നിറഞ്ഞ കപാലീശ്വര ക്ഷേത്രം കാണാം. ദ്രാവിഡ വാസ്തുവിദ്യയുടെ അതിശയിപ്പിക്കുന്ന ഒരു സൃഷ്ടിയാണ് കപാലീശ്വര ക്ഷേത്രം. ചരിത്രകാരന്മാർക്ക് പോലും ഈ ക്ഷേത്രത്തിന്റെ പഴക്കം നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോർച്ചുഗീസ് ആധിപത്യകാലത്ത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം പുനർനിർമ്മിക്കുകയായിരുന്നു എന്ന് ക്ഷേത്രാധികാരികൾ പറയുന്നുണ്ട്. എന്നാൽ നിലവിലെ ക്ഷേത്രത്തിന് 300 വർഷത്തിലേറെ പഴക്കമുണ്ട്. കപാലീശ്വരൻ എന്ന ശിവനും കർപ്പകമ്പാൾ എന്ന പാർവതീ ദേവിയുമാണ് പ്രധാന പ്രതിഷ്ഠ. ഇവർക്ക് പുറമെ നടനവിനായകൻ, ശിങ്കാരവേലൻ, സോമസ്കന്ദൻ, ദക്ഷിണാമൂർത്തി, ദുർഗ തുടങ്ങിയ ഉപദേവതകളുമുണ്ട്. ഈ ക്ഷേത്ര സമുച്ചയത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ കോവിലാണിത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഐതിഹ്യങ്ങളിലൊന്ന് സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. സുരപത്മൻ എന്ന അസുരനെ വധിക്കുന്നതിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് അമ്മയായ പാർവതീദേവി ശക്തിയേറിയ ശക്തിവേൽ നൽകിയത് ഇവിടെ വെച്ചാണെന്നാണ് വിശ്വാസം. കിഴക്കേ ഗോപുരത്തിനോളം വലിപ്പമില്ലെങ്കിലും അതിമനോഹരമാണ് പടിഞ്ഞാറേ ഗോപുരം. ഗോപുരത്തിന് മുന്നിലായി സ്ഥലതീർത്ഥം എന്ന് വിളിക്കുന്ന ക്ഷേത്രക്കുളത്തിന് രോഗശാന്തി ഗുണമുണ്ടെന്നാണ് വിശ്വാസം.
ദ്രാവിഡ ശില്പകലയുടെ മനോഹാരിത നിറഞ്ഞ ക്ഷേത്രഗോപുരങ്ങളും താഴികക്കുടങ്ങളും അവയെ താങ്ങി നിൽക്കുന്ന കരിങ്കൽ തൂണുകളും മേൽക്കൂരയിലെ കടുംചായക്കൂട്ടിൽ വരച്ചു ചേർത്ത ചിത്രങ്ങളും മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ കാണാനുള്ളത്. ചെന്നൈയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുന്നമരം ഈ ക്ഷേത്രത്തിൽ ഇന്നും ദേവീദേവ ചൈതന്യങ്ങൾക്കൊപ്പം പരിപാലിച്ചു പോരുന്നു എന്നതും നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ പുന്നമരത്തിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ പൊരുളറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പാർവതീദേവിക്ക് ശ്രീ പരമേശ്വരൻ അത് പറഞ്ഞു കൊടുക്കവേ അടുത്തു കണ്ട മയിലിനെ ശ്രദ്ധിച്ചിരുന്ന പാർവതീദേവിയെ കണ്ട് കുപിതനായ ശ്രീ പരമേശ്വരൻ നീയൊരു മയിലായി തീരട്ടെ എന്ന് ശപിച്ചു അത്രേ. അപ്രകാരം മയിലായി തീർന്ന പാർവതീദേവി ശാപമോക്ഷത്തിന് തപസ്സിരുന്നത് ഈ പുന്നമര കീഴിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മൈലാപ്പൂരെന്ന പേര് കിട്ടിയതും. കപാലീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം സ്വയംഭൂ ശിവലിംഗമാണ്. രാജ്യത്തെ 64 സ്വയംഭൂ ശിവലിംഗങ്ങളിലൊന്ന്. കപാലീശ്വര ക്ഷേത്രത്തിലെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം പங்குനി മാസത്തിലാണ് നടക്കുന്നത്. മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള മാസമാണ് പங்குനി മാസം. ഉത്സവത്തിന്റെ 7ാം നാൾ നടക്കുന്ന അരുപതിമൂവർ ഉത്സവം കപാലീശ്വര ഭഗവാന്റെ അനുഗ്രഹം നേടിയ 63 നായന്മാരുടെ ഭക്തിയെയും അർപ്പണബോധത്തെയും സ്മരിക്കുന്ന ഉത്സവമാണ്. കപാലീശ്വര ദേവന്റെയും കർപ്പകമ്പാൾ അമ്മയുടെയും വിഗ്രഹങ്ങൾക്ക് പിന്നാലെ അന്നേ ദിവസം ഈ 63 വിഗ്രഹങ്ങളും ഘോഷയാത്രയായി എഴുന്നള്ളിക്കാറുണ്ട്. ബ്രഹ്മാവിന്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ മഹാദേവൻ ബ്രഹ്മാവിന്റെ 5 ശിരസ്സുകളിൽ ഒന്ന് പിഴുതെടുത്ത ഭാവത്തിലാണ് ഭഗവാനെ ആരാധിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് കപാലീശ്വര ക്ഷേത്രം എന്നു പേര് കിട്ടിയത്. ഭക്തിസാന്ദ്രമായ ക്ഷേത്രാങ്കണത്തിൽ നാം നിൽക്കുമ്പോൾ അനിർവചനീയമായ ഒരു ശാന്തത അനുഭവിക്കുന്നത് പോലെ തോന്നും. ഏതോ ഒരു അദൃശ്യമായ ശക്തി നമുക്കൊപ്പം നടക്കുന്നതായി തോന്നും.